ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് അതിൻ്റെ ജീവിതത്തെ ആഘോഷിക്കുന്നത്. നീയോ? വിദ്യാഭ്യാസമുള്ള, ജോലിയില്ല, അവനപ്പോഴേക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, അറിവുള്ള, സർട്ടിഫിക്കറ്റുള്ള, ചങ്ങാതിമാരുള്ള നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഈ ഒരു ചിന്തയാണ് അവനെ മാറ്റിമറിച്ചത്. ഇന്നവൻ ആരാന്നറിയോ? തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, പൈസ വാങ്ങുന്ന എഴുത്തുകാരനാണ്. മഹാഭാരതത്തെക്കുറിച്ച് 4000 പേജുള്ള പുസ്തകം എഴുതിയ ആളാണ്. 100-ലേറെ പുസ്തകങ്ങൾ വേറെയും എഴുതിയ ആളാണ്. എന്തിരൻ, പൊന്നിയൻ സെൽവൻ പോലെയുള്ള വലിയ ചിത്രങ്ങൾ എഴുതിയുണ്ടാക്കിയ ആളാണ്. എങ്ങനെ പോകേണ്ട ആളായിരുന്നു? ആ കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എണീച്ച് നടക്കുമ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു. അവൻ പറയാം, ഞാനൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ സമയം വെറുതെ കളയില്ല. ഒന്നും ജയിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, കഥ പറയുന്നല്ല. അവൻ തീരുമാനിച്ചാണ്, എൻ്റെ സമയം ഞാൻ വെറുതെ കളയില്ല. സമയം വെറുതെ കളയില്ല എന്ന് തീരുമാനിച്ച ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ആയുസ് മാറി മറിഞ്ഞു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഒരാൾക്കൊരു അങ്ങനെയൊരു സ്വപ്നമുള്ളിലില്ലെങ്കിൽ അയാൾ പിന്നെ എന്താകും എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഉള്ളിലൊരു കിനാവില്ലാത്ത മനുഷ്യൻ പിന്നെ എങ്ങോട്ടൊക്കെ ചിതറിപ്പോകുമെന്ന് പറയാൻ കഴിയില്ല. ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കഴുകൻ അല്ലെങ്കിൽ ഒരു പരുന്ത് ഇങ്ങനെ പറന്നു പോകുന്നതിനിടയിൽ താഴെ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ അതിലൂടെ ഒഴുകിപ്പോകുന്നൊരു മീനിനെ കണ്ടിട്ട് ആ മീനിനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് വന്നതാ. ആ സമയത്ത് ആ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് അത് ആ ഒഴുക്കിൻ്റെ വേഗതയിൽപ്പെട്ട് അതിൻ്റെ ചിറകുകൾ ഒടിഞ്ഞു പോയി, അത് മരിച്ചുപോയി. ആകാശത്തു കൂടെ പറക്കേണ്ട പരുന്ത ഒരു മീനിനെ കണ്ടിട്ടാണ് വന്ന് പെട്ടുപോയത്. ഇങ്ങനെ ഏതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് മനുഷ്യർ കുടുങ്ങിപ്പോകുന്നത്. അങ്ങനെ കുടുങ്ങി ഒരായുസ്സാണ് തീർന്നു പോകുന്നത് എന്ന് മനുഷ്യരറിയാതെ പോകും. ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിപ്പോവാറുണ്ട്, കല്യാണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട് തോന്നാറുണ്ട്. ഒന്നാമത്തേത് ആദ്യത്തെ സമയം, കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കുഴപ്പം കണ്ടാലും നമ്മൾ കാണാത്ത പോലെ നിൽക്കും, അല്ലേ? അത്രയും സ്നേഹം മാത്രമേ ഉണ്ടാവും. കണ്ടാൽ മതിയാവില്ല, സംസാരിച്ചാലും മതിയാവില്ല, ഒരുമിച്ചിരുന്നാലും മതിയാവില്ല. അത്രയും രസമുള്ളൊരു കാലമായിരിക്കും അത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ തീരും, അല്ലേ? പിന്നെ ഇയാളെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ കാണാൻ തുടങ്ങും, അല്ലെ? അവളുടെ ശരിയായ സ്വഭാവം, അതിന് മോശമല്ല, അയാളുടെ ശരിയായ സ്വഭാവം. അയാൾ ദേഷ്യം വരുന്ന ആളാണ്, അയാൾ വാശി പിടിക്കുന്ന ആളാണ്, അയാൾ ചിലതൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്, ചിലതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ നേരത്തെ വന്ന ആളായിരുന്നു, ഇപ്പം കുറച്ച് വൈകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഹണിമൂണിൻ്റെ സമയത്ത് പഠനം വേണ്ടാന്ന് പറഞ്ഞിട്ട് പഠനം നിർത്തിയ പെൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇനി ഗൾഫിലെ ജോലിയൊന്നും വേണ്ട, നാട്ടിൽ മതി എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വന്ന ഭർത്താവായിരിക്കും. പക്ഷെ ഈ സമയം കഴിഞ്ഞ് പിന്നൊരു സമയത്തെത്തുമ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. പഠിച്ചവൻ ഇത് മുന്നോട്ട് പോകൂലേ എന്നൊക്കെ തോന്നും. ഇത്രയും വാശിയുള്ള ആളാണോ എന്നൊക്കെ തോന്നും. ഇത്രയും ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിക്കുന്ന ആളാണോ, ഇത് മുന്നോട്ട് പോയില്ലട്ടോ എന്ന് ചിന്തിക്കും. ഡ്രൈവിങ് പോലെ. ഇപ്പം ഡ്രൈവിങ് അറിയാത്ത ഒരാളോട് നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ എത്ര സിമ്പിളാണ്, അല്ലേ? വണ്ടിയിൽ കയറിയിരിക്കുന്നു, പിന്നെ ക്ലച്ച് അമർത്തുന്നു. ഡ്രൈവിങ് അറിയാമല്ലോ, അല്ലേ? അറിയാത്ത ഒരാളോട് ഇങ്ങനെ പറയാം, ക്ലച്ച് അമർത്തുന്നു, പിന്നെയോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, പതുക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഗിയർ മാറ്റുന്നു, ക്ലച്ചിന്ന് കാല് എടുക്കുന്നു, ബ്രേക്കിൽ ചവിട്ടുന്നു, പതുക്കെ ആക്സിലേറ്റർ കൊടുത്താൽ ഡ്രൈവിംഗ് ആയില്ലേ? പക്ഷെ ഇങ്ങനെ കേട്ടിട്ട് ആവേശം കൊണ്ട് ഒരാൾ വണ്ടി കയറിയിരുന്ന് ഇതൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? മതിൽ പൊളിയൂലേ? എന്നിട്ട് പേടിച്ചിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളൊരു വാക്ക് പറയും. എന്താ പറയുക? ഈ ജന്മം ഞാൻ ഡ്രൈവിങ് പഠിക്കുമെന്ന് തോന്നുന്നില്ല പറയും. ഇതേപോലെയാണ്
ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഒരു സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ മനസ്സിലാവുക, ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുക. ഇത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയിട്ട് അച്ഛനോട് അല്ലെങ്കിൽ വാപ്പയോട് വന്നിട്ട് ഉമ്മയോട് വന്നിട്ട് പറയും, ഈ ജന്മം അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നണില്ല എന്ന് പറയും. പക്ഷെ പിന്നെ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന്. ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് മനസ്സിലായി ആ മനുഷ്യനെ ഉൾക്കൊണ്ട് അയാളുടെ പോരായ്മകളോടെ തന്നെ അയാളെ സ്നേഹിക്കാൻ പഠിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഒരു ഒഴുക്കുണ്ട്. ഭയങ്കര രസമായിരുന്നു. രണ്ട് പുഴകൾ ഇങ്ങനെ ഒന്നിച്ചു ചേരുമ്പോൾ ആദ്യം കലങ്ങൂലേ? ആദ്യം നല്ല വെള്ളമാവുമോ? ആദ്യം കലങ്ങൂലേ? ഒഴുകി 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 തെളിയും. അങ്ങനെയാണ് ഇത്രയും കാലം മനുഷ്യന്മാർ ജീവിച്ചിട്ടുള്ളത് അല്ലേ? ഇനി നമ്മളെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് വരിക, ഇതേപോലെയാണ് കുട്ടികളും. ഇങ്ങനെ 3 സ്റ്റെപ്പുണ്ട്. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് കുട്ടിക്കാലം. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മൾ പറയണൊക്കെ കേൾക്കും, നമ്മൾ വിളിക്കുന്നിടത്തേക്കൊക്കെ വരും, നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറുള്ള ഡ്രസ്സ് ഇടും, നമ്മൾ പറയണൊക്കെ ആവേശപൂർവ്വം കേൾക്കും, കഥയൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ ആവേശപൂർവ്വം കേൾക്കും, സത്യമാണെന്ന് വിചാരിക്കും. നമ്മൾ പറയണൊക്കെ സത്യമായിരിക്കും നമ്മളെ കുട്ടിക്ക്. എന്തിന് നല്ല കുട്ടിയായിരുന്നു. പക്ഷെ ടീനേജിലെത്തിയപ്പോഴോ, ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴോ ഇയാളാകെ മാറി. നമ്മൾ പറയണത് കേൾക്കും, പക്ഷേ നമ്മളോട് തിരിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ? സ്വഭാവം വ്യത്യാസം വരുന്നു, സൗണ്ട് മാറുന്നു, അവൻ്റെ ഇഷ്ടങ്ങൾ മാറുന്നു, ദേഷ്യം വരുന്നു, ചൂടാവുന്നു, വിളിക്കുന്നിടത്തേക്കൊന്നും വരാതാവുന്നു. പിന്നെ ആളാകെ മാറിയില്ലേ? അതെന്താ? നേരത്തെ പറഞ്ഞ സ്ട്രഗിളിങ് പീരീഡ്. പിന്നെ നമുക്ക് മനസ്സിലാവും എൻ്റെ കുട്ടി ഇതൊന്നുമല്ല എന്ന്. ദേഷ്യപ്പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, ഉമ്മച്ചേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, എന്താണെന്നറിയില്ല, സോറി ട്ടോ. അതാണ് ശരിക്കുള്ള മോന്. ഇപ്പം ഇത്രയും സഹോദരിമാരിവിടെ ഇരിക്കണില്ലേ? നിങ്ങളൊരു 13 വയസ്സ് 14 വയസ്സ് മുതൽ നിങ്ങളെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലേ? എല്ലാ മാസവും 7 ദിവസം നിങ്ങൾ കടന്നു പോകുന്ന ഒരു കഷ്ടദിനങ്ങളില്ലേ? ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ബ്രദറിനോട്, മകനോട്, മകളോടൊക്കെ വന്നിട്ട് എന്താ പറയുക? നിങ്ങൾ പറയും, എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, ഇന്നാൾ പറഞ്ഞതുപോലത്തെ വാക്കൊന്നും പറയരുത് കേട്ടോ, എനിക്ക് എന്താണെന്നറിയില്ല, കരച്ചിൽ വരിക, സങ്കടം വരിക, ദേഷ്യം വരിക എന്നൊക്കെ പറയില്ലേ? അതെന്തുകൊണ്ടാ? വൈ അങ്ങനെ ഒരു മൂഡ് സ്വിങ്സൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ്. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഒരേ ഒരു പ്രാവശ്യം. അതാണ് ടീനേജ് എന്ന് പറയുന്നത്, കൗമാരം. അതാണ് കൗമാരം. ആ കുട്ടിയുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കുട്ടിക്ക് പോലും അറിയില്ല. ഓൻ ദേഷ്യപ്പെടും, ഓൻ അടികൂടും, ഓൻ ഓരോരോ കാര്യങ്ങളിൽ ചെന്ന് വീഴും. അതാ അവന് പോലും നിയന്ത്രിക്കാനാവാത്ത ചിലത് അവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൈവെടിയരുത്. അതാണ്. ഓനോട് ചൂടായിട്ടൊന്നും കാര്യമില്ല. ഓൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓനൊരു തെറ്റ് ചെയ്താൽ പോലും ഓൻ്റെ കൂടെ നിൽക്കണം. കാരണം ഓന് നമ്മളേ ഉള്ളൂ. നാട്ടുകാരൊക്കെ ഓനെ കൈവിട്ടാലും നമ്മളവൻ്റെ കൂടെ നിൽക്കണോ? എൻ്റെ വാപ്പച്ചി ഉമ്മച്ചി എൻ്റെ കൂടെ ഉണ്ട് എന്ന് അവൻ പറയണം. അപ്പോഴാണ് അവൻ മാറുക. മനസ്സിലായോ? ഇല്ലെങ്കിൽ അവൻ പോയിട്ടുണ്ടാവും. വലിയൊരു മാഷുണ്ട്, ഒരു ബുദ്ധിസ്റ്റ് ഗുരുവാണ്, ബുദ്ധമതത്തിൽപ്പെട്ട ഒരു വലിയ മാഷ്. അദ്ദേഹത്തോടൊരു വലിയ സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു അമ്മ ചോദിക്കുകയാണ്, എൻ്റെ കൂടെ 13 വയസ്സുള്ളൊരു മോനുണ്ട്, ഞാൻ എന്താണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. മനസ്സിലാവണില്ല ഞാൻ എന്താണ് അവന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ആകെ ഒരു വാക്ക പറഞ്ഞ എന്താണെന്നറിയോ? പ്ലീസ് ഹഗ് ഹിം. അവനെ കെട്ടിപ്പിടിക്കൂ. ചെറിയ വാക്കല്ലത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്ന നമ്മുടെ കുട്ടി, 10ാം ക്ലാസ്സിൽ എക്സാമിന് വേണ്ടി ഇറങ്ങുന്ന കുട്ടിയോട് പഠിച്ചിട്ടുണ്ടോ, പേന എടുത്തിട്ടുണ്ടോ, അതെടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ? അതൊന്നും ചോദിക്കണ്ട, ആ കൊടുത്തുള്ളൂ. അതൊക്കെ അവൻ എടുത്തോളൂ. പകരം അവനെ ചെന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കൂ. കുട്ടിയില്ലേ, നമ്മളിങ്ങനെ മുറുകെ പിടിക്കും, വിടൂല.
കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂടാറി അവനിങ്ങനെ പോവും, അല്ലെങ്കിൽ അവളിങ്ങനെ നടന്നു പോവും. ഇത് അങ്ങാടിയിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ഇത് സ്കൂളിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ഇത് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണ്ടേ? അതിനാണ് നമ്മൾ അവരെ കൂടെ നിർത്താനാണ് നമ്മൾ. അവർക്ക് പിഴവുകൾ വരും, കാരണം അങ്ങനെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത തലച്ചോറുമായി കഴിയുന്ന ആളുകളാണ് അവർ. ഇപ്പം ബൈക്കിൽ ഇത്ര സ്പീഡിൽ പോണ കുട്ടികളില്ലേ, കല്യാണം കഴിഞ്ഞ് 2 മക്കളായാൽ അത്ര സ്പീഡിലൊന്നും അവർ പോകില്ല. അവർ ചിലതൊക്കെ ആലോചിക്കാൻ തുടങ്ങും, ഹെൽമെറ്റൊക്കെ ഇടാൻ തുടങ്ങും. അത് മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വളർച്ചയും വികാസവുമാണ്. ആ വികാസത്തെ ഉൾക്കൊണ്ട് അവരെ കൂടെ നിർത്തിയില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവർ പോയി നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും. അവർ തെറ്റുകാരായിട്ട് പോലും അവരെ കൂടെ നിൽക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ സ്നേഹത്തെക്കാൾ വലിയ ഒരു ഔഷധമോ മരുന്നോ ലോകത്ത് ഇതുവരെ ഒരാൾ കണ്ടുപിടിച്ചിട്ടില്ല. അലി ഹസാൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇത്രയും ശ്രദ്ധാപൂർവം ഈ സംസാരം കേട്ടിരുന്ന നിങ്ങളെ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.